പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, തിരുവചനം ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. മുഖവരകളൊന്നും കൂടാതെ ലഭിക്കുന്ന സമയം തിരുവെഴുത്തുകളിൽ നിന്ന് ചില ചിന്തകൾ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുൻപാകെ എത്തിക്കുവാൻ അടിയൻ താല്പര്യപ്പെടുന്നതോടൊപ്പം നമുക്ക് ഉയർത്തുവാനുള്ളത് ഒരേ ഒരു ദൈവമാണ്, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൽ കൂടുള്ള ചില ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചത് മൂലം നമുക്ക് കിട്ടിയ നന്മകളാണ്. എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു മരിച്ചത് മൂലം കിട്ടിയ നന്മകളാണ്. എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ നന്മകളാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്നും 10-11 പോയിന്റുകളുണ്ട്. ഇരുന്ന് ശ്രവിച്ചോണം, ഇരുന്ന് തിരുവെഴുത്തുകളെ ധ്യാനിച്ചോണം. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19 പ്രവാചക വാക്യവും അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അത് നേരം വെളുക്കുകയും അതിനെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന്. അതുപോലെയാണ് 119 സംഗതി 105 ദൈവത്തിൻ്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. അങ്ങനെയാണെങ്കിൽ ആ പാതയ്ക്ക് പ്രകാശമാകുന്ന യേശുക്രിസ്തുവാകുന്ന വെളിച്ചമാകുന്ന വചനത്തെ ഒന്ന് നിങ്ങളുടെ മുൻപാകെ എത്തിക്കുവാൻ ദൈവം അടിയനും കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവെഴുത്ത് ചിന്തകളിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് വലിയ കുറിവാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. കുറിവാക്യങ്ങൾ വായിച്ചെങ്കിലേ ദൂത് വരും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ സാധാരണ ഒരു വാക്യം എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാറുണ്ട്. ഇതിനകത്ത് അങ്ങനെയുള്ള സമയങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എന്നാലും ഏകദേശം ഒരു 45-50 മിനിറ്റൊക്കെ നീണ്ടു പോകുന്നുണ്ട്. വീഡിയോ നീണ്ടു പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഓരോ ചിന്തകൾ കിട്ടുമ്പോൾ അങ്ങ് എഴുതി കുത്തിക്കുറിച്ച് എഴുതിയെടുത്ത് അത് പറയുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം യേശുക്രിസ്തു മരിച്ചത് മൂലം കിട്ടിയ നന്മകൾ. ഒന്നാമത്തെ നന്മ അല്ലെങ്കിൽ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് പിണങ്ങിയിരുന്നവർ തമ്മിൽ ഒരുമനപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരും. 13-ാം അധ്യായം 1-2 വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 23:12 കൂടെ വായിക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ചത് മൂലം നാളുകളായി പിണങ്ങിയിരുന്ന പീലാത്തോസും ഹേരോദാവും അവർ ഒന്നായി ചേർന്നു. ലൂക്കോസ് 23:12 പറയുന്നു, അന്ന് വരെ അവർ വൈരമായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ അവർ ഒന്നായി കൂടി. വലിയൊരു അപ്പം നമുക്കവിടെ എന്താണ് ഒരു ആത്മീയ പാഠം? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മൂലം പിണങ്ങിയിരുന്നവർ ഇന്നും പിണങ്ങിയിരിക്കുന്നവരില്ലേ? അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഞാൻ നോക്കിയിട്ട് നമ്മളെക്കാളൊക്കെ നല്ലതാന്ന് തോന്നുക പീലാത്തോസ് ഹേരോദാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് തെറ്റിദ്ധരിക്കരുത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആ വാക്കിൽ വരുന്നതായ ചില കുറവുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഇന്നും രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിൻ്റെ രക്തത്താൽ ക്രൂശ് മരണത്താൽ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ രക്തത്താൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്തൃമേശ എടുക്കുന്നവർ പിണങ്ങിയിരിക്കുന്നില്ലേ? പക്ഷെ അവരെന്ത് ചെയ്തു?
ആ സമയം വന്നപ്പോൾ അവർ ഒരുമിച്ചില്ലേ? അതിന് കാരണമുണ്ട്. ഗലീലക്കാർ യെരുശലേം ദേവാലയത്തിൽ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹെരോദാവിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ പീലാത്തോസ് വന്ന് 13-ാം അധ്യായം 1-2-3 വാക്യം, പീലാത്തോസ് വന്നിട്ട് യാഗം നടത്തിക്കൊണ്ടിരുന്നവരെ മുഴുവനും കൊന്നു മുടിച്ച് അവിടെ യാഗത്തിന്മേൽ രക്തം, മനുഷ്യരക്തം അവിടെ ഒഴുകിയെന്ന. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരൊറ്റ കാരണത്താൽ അവർ തമ്മിൽ പിണങ്ങി. ഒരു കാരണത്താൽ അവർ പിണങ്ങി. അവർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വന്നപ്പോൾ അവർ ഒന്നായി. ഇന്നും ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കുന്നവർ, മക്കളുമായി പിണങ്ങിയിരിക്കുന്നവർ, സഭയിൽ പിണക്കം, വിശ്വാസികൾ തമ്മിൽ പിണക്കം, പാസ്റ്റർമാർ തമ്മിൽ പിണക്കം, എല്ലാവരും തമ്മിൽ പിണക്കുക. കുടുംബക്കാർ തമ്മിൽ പിണക്കം, അമ്മായിയപ്പനും മരുമോനും പിണക്കം, മരുമോനും അമ്മായിയപ്പനും പിണക്കം, സർവത്ര പിണക്കുക. ഞാനൊരു കാര്യം പറയാം, ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്നെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്നതല്ലാതെ എനിക്കാരോടും പിണക്കമില്ല. ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്നതിന് തെറ്റാന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അത് പിണക്കമല്ല, അത് പിണക്കമല്ല. അത് അവർ പിണങ്ങും, പക്ഷെ എനിക്ക് പിണക്കമില്ല. സകല മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കുക. പിണങ്ങിയിരുന്നവരെ ഒരുപാട് പേരെ ബൈബിളിൽ കാണുന്നുണ്ട്, മിണ്ടാതിരുന്നവരെയും കാണുന്നുണ്ട്. ഞാനതിലേക്ക് ആ ഭാഗത്തേക്ക്. ഒന്നാമതായിട്ട് യേശുക്രിസ്തു മരിച്ചത് മൂലം നമുക്ക് കിട്ടിയ ഗുണങ്ങൾ, നന്മ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പിണങ്ങിയിരുന്നവർ തമ്മിൽ ഒരുമിച്ചു. നമ്മൾ പിണങ്ങിയിരിക്കുന്നവരോട്ട് മത്തായി 5-ാം അധ്യായം 12 മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. സഹോദരനെ നിസാര എന്ന് പറഞ്ഞാലോ എന്നൊക്കെയുള്ള പദം പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നു, നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജാമ്യമില്ലാതെ കിടന്ന വ്യക്തിക്ക് ജാമ്യം കിട്ടി. ജാമ്യമില്ലാതെ കിടന്ന ബറബാസിന് ജാമ്യം കിട്ടി. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി അവനെ വിധിപ്പിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവനെ കൊല്ലാനുള്ള അധികാരമില്ല, ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പ്രവചനം കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്നേ കൊന്നേനെ. കൊല്ലാൻ മെടുക്കന്മാരാ. അപ്പോ ഞാൻ പറഞ്ഞത്, ചിലരങ്ങനെയാ, അങ്ങ് കൊല്ലുക. രമ്യാവിനെ നാവ് കൊണ്ടുപോകുന്നു, ചിലരെ വാള് കൊണ്ടുപോകുന്നു. ഒരു ദുഷ്ടനായ ഏതോമിനായ ദോവെ അവനും വാള് കൊണ്ടുവന്നു. അതിനകത്ത് കിടക്കുന്ന പദം ഇങ്ങനെയാണ്, അവൻ ശവരക്കത്തി പോലെ മൂർച്ചയുള്ള എന്നുള്ളൊരു പദം കിടപ്പുണ്ട് സങ്കീർത്തനത്തിൽ. ഞാനതിലേക്ക് കടക്കുന്നില്ല. കൊല്ലുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കൊല്ലാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, നിങ്ങൾ തന്നെ വിധിപ്പീനെന്ന് പീലാത്തോസ് യഹൂദന്മാരോട് പറയുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ കൊല്ലാൻ അധികാരമില്ല, ബാക്കി ഇങ്ങനെയായിട്ട് അടിക്കാനും ഉപദ്രവിക്കാനും തള്ളാനും ഉന്താനും ഒക്കെ അധികാരമുള്ള അമാര് പ്രമാണത്തിൽ നിൽക്കുന്നവന്മാരാ എന്തായാലും. അതുകൊണ്ട് നീ തന്നെ അങ്ങ് വിധിച്ചോളാൻ പറഞ്ഞു. പുള്ളി വിധിച്ചിട്ട് പറഞ്ഞു, കോലാഹലവും ശബ്ദവും ആർപ്പും ഒക്കെ കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പീലാത്തോസ് പറഞ്ഞു,
നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഈ നീതിമാന്റെ രക്തത്തിൽ ഒരു പങ്കും ഇല്ല എന്നും പറഞ്ഞ പുള്ളി യഹൂദന്മാരെ പോലെ ജാതീയനായ പീലാത്തോസ് കയ്യും കഴുകി. അവിടെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ആ സ്ഥാനത്ത് ബറബാസിനെ വിട്ടുതരിക, അവനെ നീക്കിക്കളക എന്ന് പറഞ്ഞുകൊണ്ട് ജനമാർത്തപ്പോൾ ജാമ്യമില്ലാതെ ഒരിക്കലും ജാമ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നവന് എൻ്റെ യേശു ക്രിസ്തു മൂലം ജാമ്യം കിട്ടി. അതിന് ഞാനൊരു ചിന്ത തരാം. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ട്. യോബിൻ്റെ പുസ്തകം 16:19. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരന് ഉയരത്തിലും ഇരിക്കുന്നെന്ന്. ആ ഭാഗം ഒന്ന് വായിച്ചു പോകണം. തിരിച്ചും ആകാം, എങ്ങനെയാകാം. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലും ഇരിക്കുന്നു. ഈ ജാമ്യക്കാരൻ എന്ത് ചെയ്തു? ആ പ്രവചന പ്രകാരം ഒരുവന് ജാമ്യം കിട്ടി. ഒരു വക്കീലോ കോടതിയോ ഒന്നുമില്ലാതെ ഒരിക്കലും പുറത്തിറങ്ങിയില്ലെന്ന് ആ ഭാഗമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ കരഞ്ഞു പോകും. എങ്കിലും ഞാനൊരു ദൂത് പറയാം. ഒരിക്കലും അവനും വിചാരിച്ചു, ഒരിക്കലും പുറത്തിറങ്ങിയില്ല, എൻ്റെ ഭവനം കാണാൻ പറ്റത്തില്ല, എൻ്റെ കുടുംബത്തെ കാണാൻ പറ്റത്തില്ല, എൻ്റെ ബന്ധുമിത്രാദികളെ കാണാൻ പറ്റും, ഞാനിവിടെ കിടന്ന് നശിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ ബറബാസിന് സ്വർഗത്തിൽ അപ്പൻ ജാമ്യം കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. യോബിൻ്റെ പുസ്തകം 16:19. ജാമ്യക്കാരൻ കർത്താവാ. ഇവിടെ പല ജാമ്യക്കാരും ഉണ്ട്, അതൊന്നുമല്ല, അതൊക്കെ കാല് വാരുന്ന ആൾക്കാരാണ്. അപ്പം ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ജാമ്യമില്ലാതെ കിടന്നവന് ജാമ്യം കിട്ടി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം ജാമ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞവന് ജാമ്യം കിട്ടി. ഞാനൊരു ഭാവന അങ്ങ് ചെറുതായി ഒരു 2 മിനിറ്റ് ഒരു ഭാവന അങ്ങ് പറയാം. അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ വീട്ടുകാർ വെച്ച് നിനക്കിത് എങ്ങനെ പറ്റി? അവനും പറഞ്ഞു കാണും, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നീതിമാനായ ഒരുവൻ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ഞാൻ മരിക്കേണ്ടതാ, പക്ഷേ അവനാ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വന്നവൻ. എൻ്റെയും വിഷയത്തിന് പരിഹാരം അവൻ തന്നു. ആ വീട്ടിൽ എന്ത് സന്തോഷമായി കാണും. മാത്രമല്ല, യഹൂദന്മാരാണ് വിളിച്ചു വരുത്തിയതെങ്കിലും, യഹൂദന്മാരാണ് ബറബാസിനെ വിട്ടു തരിക എന്ന് പറഞ്ഞെങ്കിലും അവന് ഒരു പകരക്കാരൻ വേണമല്ലോ. അവന് പകരക്കാരനാകാൻ വേറെ ആരും ഇല്ലല്ലോ. യേശു ക്രിസ്തു പകരക്കാരനായി മാറി. ആ കുടുംബം രക്ഷിക്കപ്പെട്ട് കാണും. ആ കുടുംബം യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണും. രണ്ടാമത്തെ കാര്യം, ജാമ്യമില്ലാതെ കിടന്നവന് ജാമ്യം കിട്ടി. മൂന്നാമത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, യൂദ ഇസ്കരിയോത്താവിന് പണം കിട്ടി. ഇവന് പണ്ട് തൊട്ടേ പണത്തോടൊരു ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സ്വച്ഛജടമാംസി തൈലം അവൻ യേശുക്രിസ്തുവിൻ്റെ തലയിൽ കൂടെ ഒഴിച്ച് കാല് കഴുകി ആ സ്വച്ഛജടമാംസി തൈലം ഇത്രയും എന്തിനായി എടുത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ പാഴാക്കി കളഞ്ഞെന്ന് ചോദിച്ച്, അത് പാഴാക്കിയത് കൊണ്ടല്ല, അതിന് 300 വെള്ളിക്കാശ് വിലയുണ്ടല്ലോ. അവൻ അതുകൊണ്ടല്ല യേശുക്രിസ്തുവിനെ ചെലവാക്കിയുണ്ടല്ലോ, ആ പണം അവന് കിട്ടാഞ്ഞിട്ടാ. എന്നിട്ടും ഞാനൊരു ദൂത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇസ്കരിയോത്ത യൂദ ചോദിക്കുന്നു, നിങ്ങൾ എനിക്കെന്ത് തരും? അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഞാൻ പിന്നെ ഇടുന്നതാണ്. എനിക്ക് നിങ്ങൾ എന്ത് തരും? ഒരു പ്രവചനം കിടപ്പുണ്ട്. സെക്കരിയ 11:12 ഒരു പ്രവചനം കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ്റെ കൂലി 30 വെള്ളിക്കാശ്. ഇവിടെ ഒറ്റുകൂലിയാണ് 30 വെള്ളിക്കാശ് ഇയാൾക്ക് കിട്ടിയത്. അപ്പോൾ പിണങ്ങിയിരുന്നവർ ഒന്നായി. 2 ജാമ്യമില്ലാതെ കിടന്നവന് ജാമ്യം കിട്ടി. മൂന്നാമതായിട്ട്
യൂദ ഇസ്കരിയോത്താവിന് പണം കിട്ടി. തിരുവെഴുത്തുകളിലേക്ക് പോകുമ്പോൾ മത്തായി 27:4, മത്തായി 26:14, മത്തായി 22, ലൂക്കോസ് 22:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, സക്കറിയ 11:12. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവന് പ്രയോജനപ്പെട്ടില്ല കേട്ടോ ആ പണം. അവസാനം കൊണ്ടുവന്ന് അവൻ കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുത്തു അവരുടെ മുമ്പിലോട്ട്. യൂദ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. യേശുക്രിസ്തുവിനെ പിടിക്കുമെന്നും കൊല്ലുമെന്നും ഒന്നും വിചാരിച്ച് കാണത്തില്ലായിരിക്കും. ഞാനങ്ങ് പറയുക, കൊല്ലുന്നൊന്നും എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ച് അവിടുന്ന് കർത്താവ് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും എന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കാം ഒരു സൈഡ്. തന്നെയല്ല, ഒരാൾ വേണമല്ലോ നമ്മുടെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ, നാം ജീവിക്കണമെങ്കിൽ, നാം സമ്പന്നരാകണമെങ്കിൽ അവൻ ദരിദ്രനാകണ്ടേ. കൊരിന്ത്യർക്ക് 2 ലേഖനം 8:9 പറയുന്നു, നാം സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി മാറിത്തീർന്ന കൃപ. അവൻ ദരിദ്രനായി തീർന്നത് നമ്മളെ സമ്പന്നരാക്കാനാ. ആത്മീയ സമ്പന്നത ഭൗതികം മാത്രമല്ല. മത്തായി 6:33 ചേർത്ത് പഠിച്ചാൽ മതി. അപ്പം മൂന്നാമതായിട്ട് യൂദ ഇസ്കരിയോത്താവിന് പണം കിട്ടി. നാലാമതായിട്ട് പടയാളിക്ക് വസ്ത്രം കിട്ടി. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തെ അവർ കീറാൻ നോക്കി. അപ്പോൾ അവർക്ക് തന്നെ അറിയാം, കീറരുത്, പുരോഹിതന്റെ വസ്ത്രം കീറാൻ പാടില്ല. ഇതാ ഒരിക്കൽ അർഹതയില്ലാത്തവനെ പിടിച്ച് രാജാവാക്കി. ശൗലിനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ അവൻ ശമൂവേൽ പ്രവാചകൻ വരാൻ താമസിച്ചതിനനന്തരം, ശമൂവേൽ 13-ാം അധ്യായത്തിലെ കാര്യമാണ്, അവൻ 7 ദിവസം താമസിച്ചു. ജനമെല്ലാം പിന്മാറിപ്പോകുമെന്ന് ഭയപ്പെട്ടിട്ട് യാഗം നടത്തി. ശമൂവേൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വന്നു, എന്താ നീ ചെയ്തതെന്ന് ചോദിച്ചു. അതിന് അവസാനം ദൈവത്തിൻ്റെ അരുളപ്പാട് ഒട്ടും മറച്ചു വയ്ക്കാതെ രാജാവിനോട് പറഞ്ഞ് താൻ തിരിഞ്ഞപ്പോൾ തൻ്റെ വസ്ത്രം പിടിച്ചവൻ കീറി. പുരോഹിതന്റെ വസ്ത്രം കീറാൻ പാടില്ല. ഇവിടെയും പടയാളികൾ പറഞ്ഞു നമുക്കിതിനെ കീറാം. അവൻ്റെ ശരിക്ക് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അങ്കി യവന്മാര് കീറിയില്ല. അതുകൊണ്ട് അവന്മാർ ചീട്ടിട്ടു. അങ്ങനെ പടയാളിക്ക് വസ്ത്രം കിട്ടി. എല്ലാവർക്കും ഇതെല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് വേറെ അറിയാൻ വയ്യാത്ത ഒരു കാര്യവും ഇല്ല. പിന്നെ ഞാൻ തിരുവെഴുത്തിൽ കൂടെ അതിനെ എടുത്തെന്ന് തെളിയിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിനും വചനമുണ്ടല്ലോ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 28-ാം വാക്യം 31-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പടയാളിക്ക് വസ്ത്രം കിട്ടി. കുറേനക്കാരനായ ശീമോന് ക്രൂശ് ചുമക്കാൻ ഭാഗ്യം കിട്ടി. പുള്ളിക്ക് അപ്പം ചുമക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അത് 12 ശിഷ്യന്മാർക്കാണ് കിട്ടിയത്. ആ 70 പേർക്കും കിട്ടിയില്ല. പക്ഷെ ഈ 12 തിന്നു കുടിച്ച് കൂടെ നടന്നതല്ലാതെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാൻ വയലിൽ നിന്ന് കയറി വന്ന, ഒരിടത്ത് നിർബന്ധിച്ച് ചുമപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നു, ഒരിടത്ത് ചുമന്നെന്ന് എഴുതിയിരിക്കുന്നു. ഓരോരുത്തർക്ക് കൊടുത്ത ദൈവകൃപയ്ക്കനുസരിച്ച് മത്തായി, ലൂക്കോസ്, യോഹന്നാനൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കുറേനക്കാരനായ ശീമോന് കിട്ടിയത് വലിയൊരു ഭാഗ്യമല്ലേ? അവിടെ എനിക്കൊരു ചിന്തയുണ്ട്. അദ്ദേഹം വയലിൽ നിന്ന് വന്നു, ക്രൂസ് ചുമപ്പിച്ചു, തലമുറകളെ ദൈവം മാനിച്ചു. അത് വേറൊരു സൈഡ്, അതവിടേക്കിട്ട്. കർത്താവിൻ്റെ ക്രൂശ് നോക്കുന്ന ദൈവദാസന്മാരെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം മാനിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറേനക്കാരനെ ശീമോനെയും മാനിക്കണം, അവൻ്റെ തലമുറകളെയും മാനിക്കണം. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ
തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശോട്ട് തന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ലൂക്കോസ് 9:23-24 പദങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നാൾതോറും തൻ്റെ ക്രൂശ് എടുക്കട്ടെ എന്ന, നാൾതോറും ക്രൂശ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. കുറേനക്കാരനായ ശീമോൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ആ ക്രൂശിൽ കൂടെ ഒഴുകിയ രക്തവും അത് തൻ്റെ ശരീരത്തിലും വീണതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യം നടന്നു. ഒന്ന്, പാരമ്പര്യമായി നിന്ന കെട്ടുപൊട്ടി. 2, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം നടന്നു. 3, തന്നിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മശക്തികൾ, പാരമ്പര്യ ശക്തികൾ വിട്ടു ഓടിക്കാണും. ഈ നിർമ്മല രക്തത്തിനു മുൻപിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ദുഷ്ടപിശാചുമില്ല. യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പം അവൻ വിറയ്ക്കും. പാപമില്ലാത്ത രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, പുണ്യാക രക്തം, നിർമ്മല രക്തം എന്നൊക്കെയാ കാണുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇയാൾ നേരെ വീട്ടിൽ ചെല്ലുക. ക്രൂശൻ ചുമന്നിട്ട് എത്ര അടി ചുമന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. എന്നാലും തന്നെ കൊണ്ട് കഴിയുന്നത് താൻ ചുമന്നു. രക്തവുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ പേടിച്ചു കാണും. ഇയാൾ ആരെങ്കിലും കൊന്നിട്ടാണോ വന്നത്, അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നോ, അദ്ദേഹത്തിന് മുറിവേറ്റോ എന്ന് നോക്കി ഓടി വീട്ടുകാർ വന്നു കാണും. ഈ അലക്സാണ്ടറും രൂപസും ഓടി വന്നു കാണും, അപ്പനെ കെട്ടിപ്പിടിച്ച് കാണും. അമ്മ ഇവരെല്ലാവരും കൂടെ വന്ന് അപ്പനെ തടവി കാണും. പക്ഷേ ഞാനൊരു കാര്യം ആത്മാവിൽ പറയുക, നിങ്ങളെ ദുർവ്യാഖ്യാനമൊന്നും എടുത്തു കളയരുത്. അപ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ രക്തം അവരുടെ മേലും പുരണ്ടു. അവരുടെ കുടുംബത്തിൻ്റെ കെട്ടുപൊട്ടി, അവരുടെ ശാപം മാറി. അവരുടെ വീട്ടിന്, സക്കായിയുടെ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു കയറി ചെന്നപ്പോൾ പറഞ്ഞതുപോലെ നീ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അതേ പദം ഞാനിവിടെ അങ്ങെടുക്കുക. കുറേനക്കാരനായ ശീമോൻ്റെ വീട്ടിൽ, കുറേനക്കാരനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കുറേനക്കാരനായ ശീമോൻ്റെ ശരീരത്തിൽ നിന്ന് അത് കുടുംബത്തിലുള്ളവരുടെ ദേഹത്ത് വീണു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പവർ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില അവിടെയും നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ പറഞ്ഞതുപോലെ കട്ട രക്തത്തെ അല്ലടോ നിങ്ങളൊക്കെ വിളിക്കുന്നതെന്ന്. നിനക്കതിനുള്ള കൃപയും കൃപാവരങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് കട്ട രക്തം. ഞങ്ങൾ ശരിയാണ്, ഒരു മനുഷ്യൻ്റെ രക്തം റോഡിൽ വീണാൽ, ഒരു മനുഷ്യൻ്റെ രക്തം വെളിയിൽ പോയാൽ 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയുമ്പം കട്ടയാവും. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഞങ്ങളിന്നും ആ രക്തത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? വിശ്വസിക്കുന്നവന് വേണ്ടി യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:7, യെശയ്യാ 1:18 വാക്യം വായിക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്നുണ്ട്, വിശ്വാസത്താൽ കർത്താവേ ഞാൻ പാപിയാണ്, അവിടുത്തെ രക്തത്താൽ, നിർമ്മല രക്തത്താൽ, പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറയുമ്പോൾ ആ രക്തം ധാരധാരയെ വിശ്വാസത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് 2024 വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിയ രക്തത്തെ ഇന്നും പ്രസംഗിക്കുന്ന ഒരേ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ എത്ര മഹാനായി ഭൂമിയിൽ ജനിച്ചാലും ആ മഹാന്റെ രക്തം, ഇനി ഫറവോമാരുടെ നോക്കിക്കേ, ഏകദേശം 6000 വർഷം ചരിത്രം കിടക്കുന്നല്ലോ. അവരെ നോക്ക്, ആരുടെയെങ്കിലും രക്തത്തിൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഉണങ്ങി വെച്ചിരിക്കുക. എൻ്റെ കർത്താവിനെ ഉണക്കാനൊന്നും സമ്മതിച്ചില്ല. കർത്താവ് അത് അതിൻ്റെ സമയമായപ്പോൾ പ്രവചനപ്രകാരം ഉയർത്തെഴുന്നേറ്റ് പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അപ്പോൾ കുറേനക്കാരനായ ശീമോൻ എന്ത് കിട്ടി? ക്രൂശ് ചുമക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇനി അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത പറഞ്ഞാൽ ലൂക്കോസിനെ ചുഴൻ 2:25 മുതൽ 35 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നീതിമാനായ ഒരു ശിമ്യോൻ അവിടെയും ഉണ്ട്.
ആ ശിമ്യോന് യേശുക്രിസ്തുവിനെ കരങ്ങളിൽ എന്താനാണ് ഭാഗ്യം ലഭിച്ചതെങ്കിൽ കുറേനക്കാരനായ ശിമോന് ക്രൂശ് ചുമക്കാനും ദൈവം ഭാഗ്യം കൊടുത്തു. വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊരു പാട്ടെഴുതി. ദൈവത്തിൻ സ്നേഹം ക്രൂശിലെ സ്നേഹോ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞു. ദൈവത്തിൻ സ്നേഹം ക്രൂശിലെ സ്നേഹോ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞു. പാപമില്ലാത്തവൻ പാപികൾക്കായി മൂന്നാണിമേൽ തൂങ്ങുന്നീരാ. പാപമില്ലാത്തവൻ പാപികൾക്കായി മൂന്നാണിമേൽ തൂങ്ങുന്നീരാ. ദൈവത്തിൻ സ്നേഹോ ക്രൂശിലെ സ്നേഹോ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞു. എൻ പേർക്കായി ജീവൻ വെടിഞ്ഞു. 5-6 കണ്ണികളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചാൽ ഞങ്ങൾക്ക് എത്ര മതി വരത്തില്ല. ക്രൂശല്ല ഞങ്ങൾക്ക് വിഷയം, ക്രൂശിതനായ ക്രിസ്തുവാണ് വിഷയം. ഒരുപാട് ക്രൂശ് ആ കാലഘട്ടങ്ങളിലുണ്ടല്ലോ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. ക്രൂശല്ല എൻ്റെ വിഷയം. യേശു ക്രിസ്തു മരിച്ചത് മൂലം കിട്ടിയ നന്മ. അങ്ങനെ കുറേനക്കാരനായ ശിമോന്റെ വീട്ടിൽ സമാധാനം വന്നു, സന്തോഷം വന്നു. അവൻ മക്കളെല്ലാം ക്ലിയറായി, മക്കൾ വലിയവരായി. മർക്കോസ് 15:21 വാക്യം കൂടെ ചേർത്ത് വായിച്ചറിയാം. റോമർ 16 അധ്യായത്തിലുണ്ട് കർത്താവിൽ പ്രസിദ്ധരായ രൂപസ്. അവർ പ്രസിദ്ധരായി. അപ്പൻ ക്രൂശ് ചുമന്നെങ്കിൽ തലമുറകൾ ഉയർച്ച പ്രാപിക്കണം. അപ്പന്മാർ ഈ പെട്ടിയെടുത്താൽ തലമുറകൾ ഉയർച്ച പ്രാപിക്കണം. പിന്നെ ചിലത് എത്ര പറഞ്ഞാലും അതിന് വേണ്ട, ഉയർച്ച വേണ്ട, താഴ്ച മതി. ഞാനിങ്ങനെ താഴ്ന്ന നിലവാരത്തിലേ പോകത്തുള്ളെന്ന് പറയുന്ന ചിലതൊക്കെ ഉണ്ട്, അപ്പൻ്റെ ഇളയ മകനെ പോലെ. ഞാനതിലേക്ക് കടക്കുന്നില്ല. താഴ്ന്ന നിലവാരം സ്വീകരിക്കാൻ ആര് പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പുണ്ടായിട്ടും താഴ്ന്ന നിലവാരം സ്വീകരിക്കുന്ന തലമുറകളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്ന്, ബറബാസിൻ്റെ കുടുംബത്തിന് സമാധാനം. എൻ്റെ ഭാഷയെ പറഞ്ഞ കുറേനക്കാരനായ ശീമോന് കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക് സമാധാനം. പാരമ്പര്യ കെട്ടുകൾ പൊട്ടി, കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടായി. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയുവാനിടയായി. അത് ബൈബിളിൽ ഉണ്ടോയെന്നൊന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് ആരും വരരുത്, ഞാൻ ആത്മാവിൽ പറയുക. അപ്പം 5-ാമത്, ഒന്ന് പിണങ്ങിയിരുന്നവർ ഒന്നായി. 2 ജാമ്യമില്ലാതെ കിടന്നവന് ജാമ്യം കിട്ടി. 3 യൂദാ ഇസ്കരിയോത്താവിന് പണം കിട്ടി. 4 പടയാളിക്ക് വസ്ത്രം കിട്ടി. 5 കുറേനക്കാരനായ ശിമോന് ക്രൂശ് ചുമക്കാൻ ഭാഗ്യം കിട്ടി. 6 അരിമത്യ യോസഫിനും നിക്കോദേമസിനും എല്ലാവരും നിക്കോദിമോസ് എന്ന് പറയുന്നു, പക്ഷെ അങ്ങനെയല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിക്കോദേമോസ് എന്നാണ്. ഓക്കെ, എനിക്കും ക്ലിയർ ആവുന്നില്ല. അരിമത്യക്കാരനായ യഹൂദനായിരുന്ന യേശുക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദേമോസിനും
അരിമത്യ യോസഫിനും യേശുക്രിസ്തുവിൻ്റെ ഉടൽ കിട്ടി. കുടൽ കിട്ടിയെന്നല്ല, ഉടൽ കിട്ടിയെന്ന. നീ കുടൽ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഇതൊന്നും അടിമ ശിക്ഷകണങ്ങൾക്ക് കിട്ടാത്തത്. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് റബി, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിക്കോണം. ആ നിക്കോദേമോസ് മാത്രമല്ല, അരിമത്യ യോസഫിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉടൽ കിട്ടി. ധൈര്യം ഉണ്ടായിരുന്ന രണ്ടുപേർക്കും. അവിടെ ഒരു ദൂതുണ്ട്. അരിമത്യയിലെ യോസഫിൻ്റെയും പാരമ്പര്യ കെട്ടുപൊട്ടി. യേശുക്രിസ്തുവിൻ്റെ രക്തം അവൻ്റെ മേലും വീണു. അവനെന്ന് പറയണ്ട, ആ സഹോദരൻ്റെ മേലും വീണു. നല്ലൊരു സഹോദരനാണ്. കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ കണ്ടില്ല, ഇട്ടിട്ട് ഓടിയത്. അപ്പോൾ ആ സഹോദരൻ മന്ത്രി ആയിരുന്നത് കൊണ്ട് ധൈര്യത്തോടെ പോയി ഉടൽ ചോദിച്ചു. ഉടൽ കിട്ടി. ക്രൂസിൽ നിന്ന് ഇറക്കി. ഇച്ചിരി പാടാ. ക്രൂസിൽ നിന്ന് ഉരുട്ടി താഴെ ഇട്ടതല്ല, അവർ ഉടലിറക്കി. ആ ഉടലിന് പ്രാഗൽഭ്യമുണ്ട്. ആ ഉടലിൽ തൊട്ടാൽ വിടുതലുണ്ട്. മനസ്സിലായോ? ഇവർ രണ്ടുപേരും കൂടി ഇറക്കി. ചെയ്യേണ്ടതുപോലെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതലുള്ള ഭാഗങ്ങൾ, 26 ഭാഗങ്ങൾ നിങ്ങൾ തീർത്ത് വായിച്ചാൽ അവിടെ കിടപ്പുണ്ട്. മാത്രവുമല്ല, മത്തായി സുവിശേഷം 27:57 കിടപ്പുണ്ട്. ലൂക്കോസ് 23-ന്റെ 50 മുതൽ 53 വരെയുള്ള വാക്യത്തിലും കിടപ്പുണ്ട്. വ്യക്തമായി 3 പേരും വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും മർക്കോസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ നിക്കോദേമോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നിക്കോദേമോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിടുതൽ കിട്ടി. അരിമത്യ യോസഫിനോട് ചോദിച്ചാൽ അവന് വിടുതൽ കിട്ടി. അവൻ്റെ കുടുംബത്തിന് വിടുതൽ കിട്ടി. കാരണം ഇവരുടെ ദേഹത്തിന് രക്തം വീണല്ലോ. അപ്പം ഏത് വ്യക്തിയുടെ ദേഹത്തിന് രക്തം, യേശുവേ ഞാനൊരു പാവിയാണ്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിടുതലാ. അരിമത്യ യോസഫിനോട് ചോദിച്ചാൽ അവർക്ക് വിടുതലാ. നിക്കോദേമസിനോട് ചോദിച്ചാൽ അവർക്ക് വിടുതലാ. അവരുടെ കുടുംബത്തിന് വിടുതലാ. ബറബാസിനോട് ചോദിച്ചാൽ ബറബാസിൻ്റെ കുടുംബത്തിന് വിടുതലും സമാധാനം സന്തോഷവുമാണ്. കുറേനക്കാരനായ ശിമോനോട് ചോദിച്ചാൽ അവർക്ക് വിടുതൽ സന്തോഷമാണ്. ഇനി ഒരു പടയാളി എടുത്ത് എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തിയിട്ട് പറഞ്ഞു, അയ്യോ ഇവൻ നീതിമാനായോ ഒരു മനുഷ്യനാ. അവനും കുടുംബത്തിനും വിടുതൽ കിട്ടി. അവൻ്റെ കുടുംബത്തിൽ ചെന്ന് യേശുവിനെ പറഞ്ഞപ്പോൾ യേശുവിനെ പറഞ്ഞ ഉടനെ അവരുടെ കുടുംബത്തിലും വിടുതൽ കിട്ടി. അപ്പോൾ അരിമത്യ യോസഫിന് എന്ത് കിട്ടി? നിക്കോദേമസിന് എന്ത് കിട്ടി? ഉടൽ കിട്ടി. അടുത്തതായിട്ട് പാലസ്തീനിലെ മറിയയ്ക്ക്, യേശുക്രിസ്തുവിന് ഉദരം കൊടുത്ത മറിയയ്ക്ക് പുതിയ ബന്ധം കിട്ടി. അതെന്താ പുതിയ ബന്ധം? അവർക്ക് മക്കളൊക്കെ ഇല്ലേ? മർക്കോസ് 6-ാം അധ്യായത്തിലും മത്തായി 13-ലും ഒക്കെ പഠിക്കുമ്പോൾ യാക്കോബ്, യോസെ, യൂദ, സീമോൻ എന്നിവരും സഹോദരിമാരും ഒക്കെ ഉണ്ടല്ലോ. അവരുള്ളപ്പോൾ എന്തുവാ പുതിയ ബന്ധം? പുതിയ ബന്ധം പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം വാക്യം പറഞ്ഞിട്ട് ബാക്കി പറയാം. വാക്യം പറഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ. അവിടെ പറയുന്നത് 19:26-27 യോഹന്നാൻ, ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 26-27. സ്ത്രീയെ, ഇതാ നിൽക്കുന്നു നിന്റെ മകൻ. യേശുക്രിസ്തുവിന്റെ മാർവോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നു, ഇതാ നിൽക്കുന്നു നിന്റെ അമ്മ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അവൻ അവളെ വീട്ടിൽ ചേർത്തുകൊണ്ടു എന്ന് പറഞ്ഞ 6-7 ഉണ്ടായിരുന്നു കുറഞ്ഞത്. ഈ മറിയ പ്രസവിച്ചു, യോസഫിന് പ്രസവിച്ചു. പക്ഷെ എന്തില്ല, യവന്മാരാരും നോക്കത്തില്ല. പിന്നെ നമ്മളെന്തിനാന്നേ ഭാരപ്പെടുന്നത്?
യോസഫ് മരിച്ചു. യോസഫ് മരിച്ചപ്പോൾ പറഞ്ഞു കാണാം, അന്നേരം യേശു ക്രിസ്തു ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. യോസഫ് മരിക്കുമ്പോൾ 6-7 ജന്മം നൽകിയിട്ട് അദ്ദേഹം മരിച്ചു. യോസഫ് മരിച്ചു. പക്ഷേ യേശുക്രിസ്തുവാണ് യവന്മാരെ നോക്കി വളർത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാർ പാറ വെച്ചു കൊടുത്തു. ഇവൻ നിന്റെ സഹോദരനല്ല, ഇവനെ പുറത്താക്കാൻ. അങ്ങനെ പോയ പോക്കിനാ പറഞ്ഞത്. ശിഷ്യന്മാർ പറഞ്ഞു, നീ എവിടെ പോയാലും ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു. ആകാശത്തിലെ പറവകൾക്ക് കൂടും, കുഴിനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാനിടമില്ല. തല ചായ്ച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്ന് ഓടിച്ചു യവന്മാരെല്ലാം കൂടി. കർത്താവ് അന്നേ മനസ്സിലാക്കി, യവന്മാരെ ഈ അമ്മ എനിക്ക് ഉദരം നൽകിയ ഈ വ്യക്തിയെ യവന്മാരെ ഏൽപ്പിച്ചിട്ട് പോയാൽ യവന്മാരെന്ത് ചെയ്യില്ല, നോക്കത്തില്ല. കർത്താവിനത് മനസ്സിലായി. കർത്താവെല്ലാം മുന്നമേ കാണുന്നവനാ. അവൻ അഗ്നിജോലയ്ക്കൊത്ത കണ്ണുള്ളവനാ. അവൻ ആദിയും അന്തവും ഇല്ലാത്തവനാ. സ്വയംഭൂവ എൻ്റെ ദൈവം, ഭൂമിയും ആകാശവും നിറഞ്ഞിരിക്കുന്നവനാ. ആ യേശുക്രിസ്തുവിന് മനസ്സിലായി, വരാൻ പോകുന്നത് മാത്രമല്ല എവിടേക്ക് പോകുന്നു എന്നുകൂടെ, അവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ പോകുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ കഴിവുള്ള അവനെ നരകത്തിൽ തള്ളുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ദുഃഖിച്ചിരിക്കുന്നത്. അങ്ങനെ യവന്മാരെ ഏൽപ്പിച്ചില്ല. ഈ 6-7 2 പെമ്പിള്ളാരും 2-3 പെമ്പിള്ളാരും കാണും. സഹോദരി മാരു എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, പുതിയ ബന്ധം പാലസ്തീനിലെ മറിയയ്ക്ക്, യോസഫിന്റെ ഭാര്യയായ മറിയയ്ക്ക് പുതിയ ബന്ധം കിട്ടി. യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞു, ഇതാ നിൽക്കുന്നു നിന്റെ അമ്മ. അവരോട് പറഞ്ഞു, ഇതാ നിൽക്കുന്നു നിന്റെ മകൻ. മക്കളെന്നല്ല പറഞ്ഞ, മകൻ. അവർ അവനെ വീട്ടിൽ ചേർത്ത് കൊണ്ടു. അവൻ അവളെ വീട്ടിൽ ചേർത്ത് കൊണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിപ്പോകാൻ കേട്ടോ, സമയം പോകുന്നു. അവിടെ ഒരു ചോദ്യം ഉയരാൻ ചാൻസ് ഉണ്ട്. യേശുക്രിസ്തു എന്താ മക്കളെ ഏൽപ്പിക്കാതെ പോയത്? എടാ, വേലയിൽ തിന്നാൻ കൊടുത്തപ്പോഴും തിന്നുകൊണ്ടിരുന്നപ്പോഴും യവന്മാർക്ക് ചിലതിനൊക്കെ എന്ത് ചെയ്യുമെന്നറിയാം, എല്ലിൽ കയറും. അപ്പന്മാർ കഷ്ടപ്പെട്ട് തിന്നാൻ കൊടുക്കുമ്പോൾ മക്കൾക്ക് ചില ഇളക്കമൊക്കെ ഉണ്ടാകും. സ്വാഭാവികം. പണ്ടൊരു കൊച്ചു പറഞ്ഞ പോലെ, അപ്പാ പച്ചക്കറിയൊക്കെ എന്തിനാ അപ്പാ വാങ്ങിച്ച് ഇതിനകത്ത് കൂട്ടി വയ്ക്കുന്ന? ഈ മോർച്ചറിക്കകത്ത് കൻറ്ററ്റിക്ക് വാങ്ങിച്ച് നിറച്ച് വയ്ക്കപ്പാന്ന്. അവനറിയാമോ അപ്പ എവിടുന്നാ ഈ കൻറ്ററ്റിക്ക് കിട്ടുന്നതെന്ന്? അപ്പം കുപ്പൂസിൽ നിന്ന് വെള്ളവും കുടിച്ചുകൊണ്ട് കിടക്കുക, മക്കള് കൻറ്ററ്റിക്ക് അടിച്ചുകൊണ്ട് കിടക്കുക. അല്ല ഞാൻ പറഞ്ഞത്, മക്കൾ കഴിക്കട്ട്, നമുക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അവരെ വളർത്താം. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ദൈവദാസന്മാർ, ദാസിമാർ വളരെ ശ്രദ്ധിച്ചോണം. കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ജാതിമത ഭേദമെന്നെ എല്ലാ സഹോദരങ്ങളും, കുടുംബങ്ങൾ, സഹോദരിമാർ, സഭാ വ്യത്യാസമെന്നെ എല്ലാവരും ശ്രദ്ധിച്ചോണം. യേശുക്രിസ്തുവിനെ അടിച്ചിറക്കിയ ലോകം വീട്ടിൽ നിന്ന് കർത്താവിന് അമ്മമാരുടെ സ്വഭാവം മനസ്സിലായി. നീ എവിടെയെങ്കിലും യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്ക്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു, നീയേ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നത് നീ ആരുടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കൊള്ളാൻ, നീ ഇവിടെ വേണ്ടാന്ന്. എൻ്റെ അർത്ഥം മനസ്സിലായോ? പുള്ളി അടിച്ചിറക്കി. ശരിക്കും പറഞ്ഞ മറിയ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷെ ഞങ്ങൾ അവരെ ആരാധിക്കത്തില്ല, ഒരിക്കലും ആരാധിക്കത്തില്ല. കാരണം അവർക്ക് പവറുണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? കാനാലെ കല്യാണത്തിന് അവിടെ വീഞ്ഞുണ്ടാക്കുമായിരുന്നു, അവരുടെ ആവശ്യം നടത്തി കൊടുക്കുമായിരുന്നു. വീഞ്ഞോ എന്തോ ആട്ടെ, അവരുടെ ആവശ്യം നടത്തി കൊടുക്കുമായിരുന്നു. അവരെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് 120 പേര് കാത്തിരിക്കാൻ പോയ കൂട്ടത്തിൽ അപ്പോസ്തലപ്രവൃത്തി 1:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയയും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ ആ ഭാഗം വിടുക. അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്?
അപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ സ്വന്തക്കാർ നോക്കിയില്ലെങ്കിലും സ്വന്തം മക്കൾ നോക്കിയില്ലെങ്കിലും ഇതുപോലുള്ള ചിലതിനെങ്കിലും ദൈവം നിങ്ങളെ കരുതും. നമ്മളെ കരുതുമെന്ന് അങ്ങ് പറയാം. നോക്കത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നോക്കും, നോക്കാതിരിക്കത്തില്ലല്ലോ. നോക്കണമെങ്കിൽ പുലൂസ് എന്ന് പറയുമ്പോൾ അറബി ദേശത്തല്ലേ ഞാനായിരിക്കുന്നത്, അതുകൊണ്ടാണ് പുലൂസ് എന്ന് പറഞ്ഞത്. പണ്ടൊരാൾ പറഞ്ഞതല്ലോ, ഏമണ്ടി ചപ്പണ്ടി എന്ന് പറഞ്ഞത് പോലെ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് പോണ്ടേ. ഏമണ്ടി, പുലൂസ്, പൈസ. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണമേ. അല്ലേലിയോ ചപ്പണ്ടി എന്നൊക്കെ പറയുമ്പോൾ ചപ്പണ്ടി തന്നെയാണ്, ചപ്പണ്ടി അല്ലേലിയോ പറയാനേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുക. അവിടുത്തെ ഒരു ഭാഗം എടുത്താൽ എനിക്ക് 1 മണിക്കൂർ പ്രസംഗിക്കാനും അത്രയും ഭാഗം മതി. ജനത്തെ വിവേചിക്കാൻ, കുടുംബങ്ങളെ വിവേചിക്കാൻ, സഭയെ വിവേചിക്കാൻ ആ ഒരൊറ്റ ഭാഗം മതി. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ മക്കളെ ഏൽപ്പിക്കുക, യോസഫിനും മറിയയ്ക്കും ജനിച്ച മക്കളെ ഏൽപ്പിക്കാതെ എന്തുകൊണ്ട് യോഹന്നാനെ, യേശുക്രിസ്തുവിൻ്റെ മാർവോട് ചാരിയ യോഹന്നാനെ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ ചിന്ത മതി നമുക്ക്. ദൈവദാസന്മാർക്ക്, ആത്മാവുള്ളവർക്ക്, മുഴങ്കാൽ മടക്കുന്നവർക്ക് അത് മതി. വിഷയത്തിലേക്ക് വരാം. അടുത്തതായിട്ട് പുതിയ ബന്ധം കിട്ടി. അടുത്തതായിട്ട് എന്തുമായിട്ടറിയാം? ദുഷ്പ്രവർത്തിക്കാരന് പർദീസ കിട്ടി. യേശുക്രിസ്തു മരിച്ചത് മൂലം കിട്ടിയ നന്മകളാ. അവിടെ ഒരു ഭയങ്കര വിഷയമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചോണം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യം. 2 കള്ളന്മാരെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ടും പറയുന്നില്ല. ഒരുത്തൻ പറഞ്ഞു, അത്രയും പറഞ്ഞങ്ങ് വിടാം. ഒരുത്തൻ പറഞ്ഞു, നീ നിന്നെ തന്നെ ക്രൂശിൽ കിടന്ന കള്ളം പരിഹസിച്ചിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു. ഈ ഞങ്ങളെന്നുള്ള പദം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരക്ഷരവും മിണ്ടിയില്ല കേട്ടോ. എങ്കിൽ ഇന്ന് ഒരു വീട്ടിൽ ഒരാളെ സ്നാനപ്പെട്ടാൽ മതിയായിരുന്നു, മുഴുവൻ സ്നാനമെടുത്താൽ മതിയായിരുന്നു, ബാക്കിയുള്ളവരാരും എടുക്കണ്ടായിരുന്നു. രണ്ടാമതായിട്ടുള്ള പദമെന്ന് പറയുന്നത്, രണ്ടാമത്തവൻ പറഞ്ഞു, കർത്താവെ, ഒന്ന് അവനെ ശാസിച്ചു, കർത്താവിനെ പരിഹസിച്ച പഴിച്ച കള്ളനെ ശാസിച്ചു. 2 ഞങ്ങൾ കുറ്റം ചെയ്തവരാ. അവൻ കുറ്റം സമ്മതിച്ചു. ആരുടെ മുമ്പിലാ? യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ. 1 മറ്റേ കൂടെ അവൻ കൊല ചെയ്ത അല്ലെങ്കിൽ കൊള്ള ചെയ്ത അവനെ ശാസിക്കുന്നു, തെറ്റിനെ ശാസിക്കുന്നു. 2 ഞങ്ങൾ തെറ്റ് ചെയ്തവരാണെന്ന് സമ്മതിക്കുന്നു. 3 കർത്താവേ, എനിക്കിനി ഒരു അവസരമില്ല, നീ രാജത്വം പ്രാപിച്ചു. അപ്പോൾ യേശു ക്രിസ്തു രാജാവാണെന്ന് വിശ്വസിച്ചു. റോമർ 10:9 വചനപ്രകാരം രാജാവാണെന്ന് വിശ്വസിച്ചു. കുറവുകളേറ്റു പറഞ്ഞു. കർത്താവിനെ പകച്ചവനെ ശാസിച്ചു. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ രാജാവാണ്, നീ പർദീസയിൽ കയറിപ്പോന്ന് എനിക്കറിയാം, എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുക. നിങ്ങളിരിക്കുമെന്ന് പറഞ്ഞില്ല, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള ഭാഗത്തിലേക്ക് പോകുമ്പോഴേ അവിടെ ചെന്നിട്ട് ലാസറിൻ്റെ കല്ലറക്കി എന്നിട്ട് മരിച്ചവന്മാരെ പുറത്തു വരുവിൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൂടി വരുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ, നീ മാത്രം ഇപ്പം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. വ്യക്തിപരമാ ഉയർപ്പും മരിച്ച് റോമർ 6-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം പുതിയ നിയമസഭയുടെ സ്നാനം ഏതാന്ന്. കഴസിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ സ്നാനത്തെക്കുറിച്ച് ഇതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മതി. സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവൻ സ്നാനപ്പെട്ടില്ല. അവൻ്റെ മുമ്പിൽ സ്നാനപ്പെടാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അതും ചെയ്തേനെയായിരുന്നു. പക്ഷേ അവനേക്കാളും വലിയ കള്ളന്മാരല്ലേ സ്നാനപ്പെടാതെ കിടക്കുന്നു. കുറ്റം പറയുന്നതല്ല കേട്ടോ, ഉള്ള കാര്യമാണ് പറയുന്നത്.
അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അവൻ്റെ മുമ്പിൽ ഒരു അവസരമില്ല. അവസരം ഉണ്ടായിട്ട് സ്നാനപ്പെടാതെ കിടക്കുന്ന കള്ള. ഞാനതിലേക്ക് കിടക്കുന്നില്ല. തല്ല് കിട്ടിയാലും വേണ്ടിയല്ല, നിത്യത കിട്ടുമല്ലോ. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ലെന്ന്, നിത്യത കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടേ. ആ ഒരു ഉറപ്പ് വേണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വീണ് മരിച്ചാലും നിത്യത, എറ്റർണിറ്റി, അതാണ് ലക്ഷ്യം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കണേന്നാ. കർത്താവേ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോണം. ബാംഗ്ലൂരുള്ള ജോജി പാസ്റ്റർ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന 4 ആഴ്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ കുമ്പഴയുള്ള ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ്, ഒരാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം സഭയിൽ പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നു കർത്തൃമേശം കൊടുത്തെന്നാണ് തോന്നുന്നത്. അദ്ദേഹം എല്ലാവരോടും ക്ഷമ പറഞ്ഞു. അദ്ദേഹം അവിടെ തന്നെ വീണു പോയി. സംഭവം പോയി. നല്ലൊരു മരണമായിരുന്നു. വിഷമങ്ങളും വേദനകളും എല്ലാവർക്കൊക്കെ ഉണ്ടായെങ്കിലും ഞാനും എൻ്റെ സഹോദരനെ പോലെ സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. തലമുറകളെ ദൈവം മാനിച്ചു. ആ സഹോദരി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ദുഷ്പ്രവർത്തിക്കാരന് പറുദീസ കിട്ടി. ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? ആ നിത്യത കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നമ്മളീ കടന്ന് ഓടിയത് കൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത 2 പോയിന്റ് വരെ പെട്ടെന്ന് പ്രാർത്ഥിക്കാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തതായിട്ട് തിരുവെഴുത്തിൽ കാണുന്നത്, യഹൂദനുമായി ഒരു ബന്ധവും ഇല്ലായിരുന്ന നമുക്ക് ഒരു പുതിയ ബന്ധം നമുക്കും കിട്ടി. അതിനകത്ത് വിശദീകരിക്കാൻ സമയമില്ല, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. റോമർ 11-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചോണ്ടാൽ മതി. കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക. യഹൂദന അവിശ്വാസമാകുന്ന കൊമ്പുകളാൽ ഒടിഞ്ഞു പോയി. നമ്മളെ ഇതിനകത്ത് ബഡ് ചെയ്ത് ജാതികളായിരുന്ന ഓരോരുത്തരുടെ വർത്തമാനം കേട്ടാൽ ഞങ്ങൾ തോമാസ് ലീഗ മുതലേ ഞങ്ങളിങ്ങോട്ട് എന്നാ പറയുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ യഹൂദന്മാരുണ്ടായിരുന്നു. തോമാസ് ലീഗ വരുന്നതിന് മുമ്പ് യഹൂദന്മാരുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞങ്ങൾ പാരമ്പര്യ ബന്ധക്കോസുകാരാണ്. ഈ ബന്ധക്കോസുകാരെന്നൊരു പദം, ബന്ധക്കോസ് സഭ പാസ്റ്റർ എന്നൊക്കെ പറയുന്നതിലേക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ദൈവസഭ എന്നുണ്ട് ബൈബിളിൽ, വിശുദ്ധന്മാരുടെ സംഘം എന്നുണ്ട്, നേരുള്ളവരുടെ സംഘം എന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുന്ന വിശുദ്ധന്മാരുടെ സംഘം എന്നാണ്. 81-ാം സങ്കീർത്തനം 7-ാം വാക്യമാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ, അറിയില്ല. നേരുള്ളവരുടെ സംഘം, ഇതൊക്കെയാണ് സഭ. അതാണ് സഭ, സ്ഥലസഭ. അല്ലാതെ ബന്ധക്കോസ് സഭയിലെ പാസ്റ്ററാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ബൈബിളിലും ഇല്ല. ഉണ്ടോയെന്ന് അറിയത്തില്ല. ബന്ധക്കോസ് സഭ പാസ്റ്റർ എന്നൊന്നും തിരുവഴുത്തിൽ കാണുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആ വാക്യങ്ങളൊന്ന് ഇട്ടുവന്നാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ. ഞാനീ പറഞ്ഞ് പ്രസംഗിച്ചാൽ മാത്രം പോലെ എനിക്കും പഠിക്കണ്ടേ, എനിക്കും അറിയണ്ടേ. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കാം. വഴക്കുണ്ടാക്കാനോ കൂട്ടിമുട്ടാനോ അടിക്കാനോ ഒന്നും ഞാനില്ല കേട്ടോ. പിന്നെ ദൈവവചനത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് പറയും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും, അത് അത്രയും പറയും. അപ്പോൾ പുറം ജാതികൾ, യഹൂദന്മാർ നായ്ക്കളെന്ന്, ബാക്കിയുള്ളവരെ നായ്ക്കളെന്ന് വിളിക്കുന്ന സ്ഥാനത്ത് ഇവരുമായിട്ട് ബന്ധം കിട്ടി. അതിനൊരു പദമാണ് ഗലാത്യർ 3:29. നാം ക്രിസ്തുവിനുള്ളവർ എങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തത്തിൻ കൂട്ടവകാശികളുമാകുന്നു. ക്രിസ്തുവിൽ കൂടെ മാത്രമേ യഹൂദന്മാരുമായിട്ട് ബന്ധമുള്ളൂ. അതാ യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിച്ചത്. യഹൂദ ഗോത്രം. അപ്പം ക്രിസ്തുവിൽ കൂടെ ഇവരുമായിട്ട് നമുക്ക് ബന്ധമുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പം ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. റോമർ 11-ന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യപ്രകാരം
അതുകൊണ്ട് പറയുന്നു, അവരെ ഓടിച്ചു കളഞ്ഞെങ്കിൽ നീ ഞെളിയാതെ ഭയപ്പെട്ടോണമെന്ന്. മനസ്സിലായല്ലോ? അപ്പം നമ്മളൊക്കെ ഞെളിയാതെ ഭയപ്പെട്ടോണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. 10ാമത്, പത്രോസ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് ഇറങ്ങി. അത് വെറുതെയാ, അവൻ പടകും അവിടെ വെച്ചിട്ട് ഇറങ്ങി. എലീശയാണെങ്കിൽ പടകും വെട്ടിക്കീറിയിട്ട്, കാളയെ വെട്ടിക്കീറിയിട്ട്, വെട്ടി യാഗം കഴിച്ച് മനുഷ്യന് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. കർത്താവേ, ഞങ്ങൾ സകലവും വിട്ടിറങ്ങി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രം 12 നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കും. ഓ, എന്തൊരു നല്ലൊരു വാഗ്ദത്വം നോക്കണം, പ്രോമിസ്. അതിൽ കൂടുതലൊരു വാഗ്ദത്വം എന്തോ? ഇസ്രായേൽ ഗോത്രം 12 ഇവരെയൊക്കെ ന്യായം വിധിക്കാനുള്ളൊരു ഭാഗ്യം ഈ പത്രോസിന്, യാക്കോബിന്, യോഹന്നാന് ഇവർക്കൊക്കെ കിട്ടിയല്ലോ. കർത്താവ് പറഞ്ഞു, കർത്താവ് വാക്ക് പറഞ്ഞ് അങ്ങനെ ചെയ്യും. അതുകൊണ്ട് അവർ ലാസ്റ്റിൽ പറഞ്ഞ, പത്രോസ് പറഞ്ഞ്, കർത്താവിനെ തല മുകളിലായി ക്രൂശിച്ചെങ്കിൽ എന്നെ തല കീഴായി ക്രൂശിച്ചാൽ മതി. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ഫിലിപ്പോസ് പറഞ്ഞ്, എന്നെ ആകൃതിയിൽ എന്നെ ക്രൂശിച്ചാൽ മതി. ഇങ്ങനെ ഓരോരുത്തരും ക്രൂശെടുത്തത് അവിടെ സിംഹാസനത്തിലിരിക്കാനാ കർത്താവിൻ്റെ കൂടെ. 12 ഗോത്രത്തെ ഇസ്രായേൽ 12 ഗോത്രത്തെ ന്യായം വിധിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും. യൂദായ്ക്ക് പണം കിട്ടിയപ്പോൾ 12 പേർക്കും അവർ എന്ത് ചെയ്തു? യേശു ക്രിസ്തു 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുവാൻ അവസരം നൽകി. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. യേശു ക്രിസ്തു മൂലം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി മാറിയ കൃപ നാം അറിയുന്നുവല്ലോ. ആ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. പണങ്ങിയിരിക്കുന്നവർ നമുക്ക് ഒരുമിക്കാം. പണക്കമെല്ലാം മാറ്റാം. കർത്താവ് നമ്മളെല്ലാവരും ഒരുമിച്ച് ആ നിത്യതയിൽ പോകേണ്ടവരാണ്. അതിനായി ഒരുങ്ങാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിക്കുന്നു. വീണ്ടും തിരുവെഴുത്തുമായി ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവുകളെയും അവിടുന്ന് ശാസിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രത്യേകിച്ച് തിരുവെഴുത്തിൽ കൂടെ ചില ചിന്തകൾ പറയുവാൻ, യേശു ക്രിസ്തു മരിച്ചത് മൂലം കിട്ടിയ നന്മകൾ എന്താണ്, ഗുണങ്ങൾ എന്താണെന്ന് പറയുവാൻ, തിരുവെഴുത്തുകളിൽ കൂടെ പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുകുട്ടികളെ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ ലോകത്തിൽ ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, അവരുടെ പഠനം, ഭാവി, വിവാഹം, ഇതെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലും ദൈവഭക്തിയിലും വളരുവാൻ സഹായിക്കണം. ജാതി മതഭേദമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുകുട്ടികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങളാണ് കർത്താവെ. എല്ലാവരെയും അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമേ. രോഗിയായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, കടഭാരത്തിൽ ഇരിക്കുന്നവർ, എല്ലാവർക്കും അതിനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, എല്ലാവർക്കും അതിന് വേണ്ടതായ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു, പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. മത്സ്യം പിടിക്കുവാൻ പോകുന്നവർ, കർത്താവെ അവരെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ, തിരുകൃപയിൽ കാക്കണമേ. എല്ലാവർക്കും വേണ്ടതായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവച്ചൊരിഞ്ഞ് അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടണമേ. യേശു ക്രിസ്തുവിൻ്റെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഐശാചിക ബന്ധനത്തിലിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്, അവർക്കും വേണ്ടതായ സാഹചര്യങ്ങൾ, വഴികൾ ദൈവം തുറന്നു കൊടുക്കണം. അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. അടിയനെ ഏൽപ്പിക്കുന്നു. വിട്ടിട്ടുന്ന ഭവനത്തെ പ്രിയപ്പെട്ട 3 കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമഹത്വം ഇവിടുന്ന് എടുക്കണം. അടിയനെ താഴ്ത്തുന്നു. അടിയനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിരുവചനം പ്രഘോഷിക്കുവാൻ അവസരം തന്ന, ഭവനം തന്ന, റൂം ഒരുക്കി തന്ന ആ പ്രിയ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ, അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വാക്കുകളിൽ നിന്ന് കുറവുകൾ വന്നു പോയെങ്കിൽ
സ്വർഗത്തിലെ ദൈവം ക്ഷമിക്കണം. ആ നാവ് ആമേൻ സ്തോത്രം സ്ഫുടതയോടെ സംസാരിക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ അടിയനെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി മുഴുമകത്തോടെ എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും ആമേൻ സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം രോഗരാഷ്ട്രങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ എല്ലാ പ്രിയപ്പെട്ടവരെയും മാത്രമല്ല എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് നല്ല സമാധാനം കൊടുക്കണം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എല്ലാം മാറണം. പ്രകൃതി ക്ഷോഭങ്ങൾ മാറിപ്പോകണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. തിരുനാമം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടന്റ്ലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.